സർ, ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ധാക്ക അത് സൈന്യം പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതിലെന്തെങ്കിലും സ്ഥിരീകരണമായിട്ടുണ്ടോ? ബംഗ്ലാദേശിലെ സൈന്യ വിന്യാസം തുടങ്ങിയെന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. കുറെ ദിവസങ്ങളായിട്ട് പട്ടാള അട്ടിമറി ബംഗ്ലാദേശിൽ ഉണ്ടാകും, അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പേ ഈ പറയുന്ന പട്ടാള മേധാവി പലവട്ടം താക്കീത് കൊടുത്തതാണ്. ഇവിടെ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പാകിസ്ഥാന്റെ കടന്നുകയറ്റം ഉണ്ടാകുന്നു, ഭീകരവാദികൾ ആവശ്യമില്ലാതെ രാജ്യത്തിന്റെ കാര്യത്തിനകത്ത് ഇടപെടുന്നു, ISI ഇടപെടുന്നു. ആ രീതിയിലേക്കുള്ള ഒരു ഭരണ സംവിധാനം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. രാജ്യം പട്ടിണിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് ജനാധിപത്യ രീതിയിലേക്കുള്ള ഒരു ഇലക്ഷൻ വരുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ താൽക്കാലിക സംവിധാനം വളരെ പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കണം. അത്തരത്തിൽ എടുത്തില്ലെങ്കിൽ വേണ്ട തീരുമാനങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പട്ടാളത്തിന് ചെയ്യേണ്ടി വരുമെന്ന് പലവട്ടം ഈ പറഞ്ഞതുപോലെ ബംഗ്ലാദേശ് പട്ടാള മേധാവി അറിയിച്ചിട്ടുള്ളതാണ്. അപ്പം ഇത് നമ്മൾക്കറിയാം, ഒരു അട്ടിമറി ഒരു രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ടിരുന്ന ഒരു രാജ്യം, വളരെ പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു രാജ്യം, ലോകത്തുടനീളമുള്ള അല്ലെങ്കിൽ മതേതര ജനാധിപത്യ സംവിധാനം കാത്തു സൂക്ഷിക്കുന്നതിന് ലോകം പലവട്ടം അഭിനന്ദിച്ചിട്ടുള്ള ഒരു രാജ്യം, ഈ രാജ്യത്തെ ഒരു സുപ്രഭാതത്തിൽ അന്ന് സൈന്യത്തിന്റെ ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടു കൂടിയാണ്. കാരണം ഈ സൈന്യം ഇന്ന് ഈ പറയുന്ന ധാക്ക പിടിച്ചു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ടാങ്കറുകൾ ഉൾപ്പെടെ ധാക്കയിൽ വിന്യസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കവചിത വാഹനങ്ങൾ ഈ പറയുന്ന ബംഗ്ലാദേശിൽ ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടും വിന്യസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ അറിവനുസരിച്ച് ഏതാണ്ട് 3000-ഓളം ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവരെല്ലാം ക്രിമിനൽസ് ആണെന്നാണ് പട്ടാളം പറയുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് അന്ന് അവിടുത്തെ ഭരണാധികാരികൾക്കെതിരെ ഒരു സമരം വന്നപ്പോൾ പട്ടാളത്തിന്റെ സഹായത്തോടു കൂടി ആ സമരം ചെയ്യുന്നവർക്ക് ഒത്താശ ചെയ്തു കൊടുത്ത് അവരുടെ കൊട്ടാരം കയ്യേറി, അല്ലെങ്കിൽ ആ പട്ടാളം കൂടി നിന്ന് സമരക്കാരുടെ കൂടെ നിന്ന് ആ ഭരണത്തെ അട്ടിമറിക്കുകയും ഭരണാധികാരിയെ അവിടുന്ന് നാട് കടത്തുന്നതിന് വേണ്ടി സഹായം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ, അന്ന് ഈ പറയുന്ന കലാപകാരികൾ ഉദ്ദേശിച്ചിരുന്നത് ഹസീനയെ കൊന്നു തന്നെ ഇല്ലായ്മ ചെയ്യണം, അല്ലെങ്കിൽ ഹസീന എന്ന് പറയുന്നതും അവരുടെ കെയർ ഓഫിലുള്ള ഒരു പാർട്ടിയും അവിടെ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്ന പാർട്ടിയാണ്. നാളെ കാലത്ത് ജനാധിപത്യ രീതിയിൽ വീണ്ടും ഹസീനയ്ക്ക് വരാൻ പോലും സാധ്യമാക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഹസീന എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ കലാപത്തിന്റെ ഇടയിൽ കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർത്ത്, അല്ലെങ്കിൽ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു കലാപവും അത്തരത്തിലൊരു കടന്നുകയറ്റം കൊട്ടാരത്തിലേക്ക് നടത്തിയപ്പോൾ അതിന് ഒത്താശ ചെയ്തു കൊടുത്തത് അന്ന് ഈ പട്ടാളമാണ്. ആ പട്ടാളം തന്നെയാണ് ഇപ്പൊ വീണ്ടും യൂനസിനെ തടിയിറക്കുന്നതിന് വേണ്ടി നിൽക്കുന്നത്. അപ്പം ആ പട്ടാളം അന്ന് ഹസീനയെ രക്ഷപ്പെടുന്നതിന് വേണ്ടി, ഇന്ത്യയിലേക്ക് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറായത് കൊണ്ടാണ് ഹസീന എന്ന് ജീവിച്ചിരിക്കുന്നത്. അപ്പൊ അവാമി ലീഗിന്റെ ഹസീന, അല്ലെങ്കിൽ BLP എന്ന് പറയുന്ന ആളുടെ പ്രതിപക്ഷ പാർട്ടിയായിട്ട് അവർ പോലും അന്ന് ഈ ഹസീനയെ അട്ടിമറിക്കുന്നതിന് നിന്നുകൊടുത്തിട്ട് അവസാനം ജനാധിപത്യ രീതിയിലേക്ക് വീണ്ടും ഒരു ഭരണം വരാൻ സാധ്യതയില്ലാത്ത രീതിയിൽ യൂനസ് മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുമ്പോൾ, യൂനസ് ഒരു പക്ഷേ പാകിസ്ഥാനും അല്ലെങ്കിൽ ചൈനയ്ക്കും ഭീകരവാദം വളർത്തുന്നതിനും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും ആ രാജ്യത്തിന്റെ പല പ്രവിശ്യകളും അവരുടെ താല്പര്യത്തിന് വിട്ടുകൊടുക്കുന്നതിനും അങ്ങനെ ചർച്ച ചെയ്യുന്നതുമായിട്ടുള്ള ഒരു യൂനസിനെ അവിടെ നിന്ന് മാറ്റി തീരുമാനിക്കേണ്ടതുണ്ട്. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എലക്ഷൻ പ്രഖ്യാപിക്കണം എന്ന് കണ്ട് യൂനസിന് അവിടെ നിലനിൽപ്പില്ലാതെ വന്നപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് യൂനസ് പറഞ്ഞു ഞാൻ രാജിവെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന രീതി നമ്മൾ കണ്ടാണ്. അത് യൂനസ് രാജിവെക്കാൻ സാധ്യത, വീണ്ടും ഹസീന വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പലവരും വാർത്ത ചെയ്തു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യത്യസ്തമായിട്ട് യൂനസ് വീണ്ടും പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു. യൂനസ് രാജിയിൽ നിന്ന് പുറകോട്ട് പോയിട്ട് ചില രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ടും ചില ആൾക്കാരുമായിട്ടും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് കണ്ടുകൊണ്ടാണ് പട്ടാളത്തിന്റെ പെട്ടെന്നൊരു നീക്കം. ഏതാണ്ട് ധാക്ക തലസ്ഥാനത്ത് ടാങ്കറുകൾ വിന്യസിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അത്തരത്തിൽ പട്ടാളം വളഞ്ഞു കഴിഞ്ഞു. ഈ പ്രദേശങ്ങൾ മൊത്തം പട്ടാളത്തിന്റെ കയ്യിൽ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ പോകുന്നു. അല്ലെങ്കിൽ ആവശ്യമുള്ളവരെ, കലാപകാരികളെ, പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ളവരെ, അത്തരത്തിൽ കലാപം നേരത്തെ ഏറ്റെടുത്ത് രാജ്യത്ത് പ്രശ്നമുണ്ടാക്കിയവരെ ഒക്കെ കണ്ട് അറസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പൊ പട്ടാളം പിടിച്ചെടുത്താൽ നാളെ സംഭവിക്കുന്നത് യൂനസിന് അവിടുന്ന് രക്ഷപ്പെടേണ്ട ഒരവസ്ഥ വന്നാൽ എയർ സ്പേസ് അനുവദിക്കണമെങ്കിൽ പോലും ഇന്ത്യയുടെ സഹായം വേണം. യൂനസിന് രക്ഷപ്പെടണം എന്ന് തീരുമാനിച്ചാൽ ഒരു പക്ഷേ ഇന്ത്യ തീരുമാനിക്കുകയാണ് യൂനസ് രക്ഷപ്പെടേണ്ട, അവിടെ നിന്നാൽ മതി എന്ന് വെച്ചാൽ പട്ടാള അട്ടിമറി വന്നാൽ യൂനസിനെ അറസ്റ്റ് ചെയ്യും. യൂനസിന് അതാണല്ലോ സംഭവിക്കുന്നത്. നിലവിലുള്ള പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് പട്ടാളം ഭരണം ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥ വരും. അപ്പൊ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അല്ല, ഷെയ്ഖ് ഹസീനയ്ക്ക് ലഭിച്ച ഒരു ഔദാര്യമുണ്ട് പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന്. ആ ഒരു ഔദാര്യം അവിടെ നിന്ന്
പട്ടാളത്തിന്റെ കയ്യിൽ നിന്ന് യൂനസിന് ലഭിക്കുമോ? അല്ല, അതാ ഞാനിപ്പോ പറഞ്ഞത്, യൂനസിന് രക്ഷപ്പെടണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പോലും, രക്ഷപ്പെടണമെങ്കിൽ അവിടെ നിന്ന് ഇനി പട്ടാളം കയറ്റി വിട്ടാൽ പോലും ഇന്ത്യയുടെ എയർ സ്പേസ് ഉപയോഗിക്കാതെ യൂനസിന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതായത് ഈ പറയുന്ന ഇവിടുത്തെ നമ്മളെ ഇപ്പൊ കൊല്ലും കാച്ചും അല്ലെങ്കിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കമ്പും എടുത്ത് വടിയും എടുത്ത് നിൽക്കുന്നതും, അല്ലെങ്കിൽ നമ്മൾക്കെതിരെ ചർച്ച ചെയ്യാൻ ലോകം മൊത്തം നടക്കുന്ന യൂനസ് ഉൾപ്പെടെയുള്ളവൻ 4200 കിലോമീറ്റർ അതിർത്തിയുള്ള ഒരു രാജ്യം, നമുക്ക് തൊട്ടുള്ളതുപോലെ നമ്മളാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. ആ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടണമെങ്കിൽ പോലും ഇന്ത്യ വിചാരിക്കണം, ഇന്ത്യയുടെ എയർ സ്പേസ് ഉപയോഗിക്കണം. മറ്റേ ആരും വിചാരിച്ചാൽ രക്ഷപ്പെടാൻ പോലും ഒക്കത്തില്ല എന്നുള്ള ഒരു കാര്യം ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പൊ ഈ ചോദിച്ച ചോദ്യത്തിനകത്ത് പ്രസക്തിയുണ്ട്. അന്ന് ഈ പട്ടാളത്തിന്റെ ആനുകൂല്യം അവിടെ ഉണ്ടായത് കൊണ്ടാണ്. ഹസീനയുടെ ബന്ധുവായി പട്ടാള മേധാവി വക്കാർ ഹുസൈൻ എന്ന് പറയുന്ന ആള് ബന്ധുവാ. അതുകൊണ്ട് അവരെ മാറ്റിയിട്ട് ഒരുപക്ഷെ അയാൾക്ക് അവിടെ ആധിപത്യം അല്ലെങ്കിൽ കിട്ടുമെന്ന് കണ്ടാണ് അതിന് തയ്യാറായത്. പക്ഷെ അയാളെ മറികടന്ന് അമേരിക്ക ഇടപെട്ടാണ് യൂനസിനെ വെച്ചത്. അപ്പൊ അതിനുശേഷം അയാളുടെ താല്പര്യത്തിനനുസരിച്ച് ആ രാജ്യം പോകുന്നില്ല. മാത്രവുമല്ല, ഇന്ത്യയുമായിട്ടുള്ള ഒരു പട്ടാളത്തിന്റെ ബന്ധമുണ്ട്. മാത്രമല്ല, ഇന്ത്യയുടെ ഒരു ഇടപെടൽ, ഒരു ഇന്റർ പൊളിറ്റിക്സ് അറിയാമല്ലോ. അവിടെ അരക്കൻ ആർമി കയറുന്നു, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു, അവിടെ സമരം ചെയ്യുന്നതിനകത്ത് നമ്മുടെ താല്പര്യം അനുസരിച്ച് സമരം വരുന്നു. അപ്പൊ ആ രീതിയിലേക്ക് അതിനകത്ത് നമ്മൾ കളിക്കുന്ന ഒരു പൊളിറ്റിക്സ്, അല്ലെങ്കിൽ നമ്മൾക്ക് ആവശ്യമുള്ളവർ നമ്മൾക്ക് വേണ്ടി തീരുമാനമെടുക്കാൻ അതിനകത്ത് ബംഗ്ലാദേശിനകത്ത് ആളുള്ള ഒരു തീരുമാനം. അപ്പൊ ആ തീരുമാനത്തിനനുസരിച്ചാണ് ഇപ്പൊ പട്ടാള അട്ടിമറി വരുന്നത്. പട്ടാള അട്ടിമറി എന്ന് പറയുമ്പോൾ അവിടെ ജനാധിപത്യ രീതിയിൽ ഒരു ഗവൺമെന്റ് വരുന്നതിന് വേണ്ടിയാണ് അവിടെ പട്ടാള അട്ടിമറി എന്നാണ് ഇപ്പം ഈ പറയുന്ന പട്ടാള മേധാവി പറയുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ ഇപ്പം നിരോധിച്ചിരിക്കുന്ന പാർട്ടി, ഹസീനയൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. ഹസീന അവിടെ വീണ്ടും വരാതിരിക്കുന്നതിന് വേണ്ടി ഹസീനയുടെ പാർട്ടി നിലവിൽ വരും. അവരെ ഈ പറയുന്നത് പോലെ അവർ മത്സരിക്കും. ഒരുപക്ഷെ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ അവർ വീണ്ടും അവിടുത്തെ പ്രധാനമന്ത്രിയാവും. പോട്ടെ, അല്ലെങ്കിൽ വേറെ രീതിയിൽ അവിടെ വേറെ പൊളിറ്റിക്സ് അവിടെ കളിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കേൾക്കുന്നത് പറഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടി BLP പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയുമായിട്ട് അത്ര ബന്ധമൊന്നും ഉള്ളായിരുന്നു. ഹസീനയ്ക്കെതിരായത് കൊണ്ടും ആ കാരണം കൊണ്ട് ഇന്ത്യക്കെതിരായിരുന്നു. പക്ഷെ BLP ആയിട്ട് ഇപ്പം ഇവിടുത്തെ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റിനും, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ചില ഗ്രൂപ്പുകൾക്കും, അല്ലെങ്കിൽ അവിടെ നമുക്ക് വേണ്ടി അറിയാമല്ലോ, നമ്മളുടെ ആയിട്ടുള്ള ആൾക്കാർ അതിനകത്ത് ആ രാജ്യത്തിനകത്ത് കളിക്കുന്നുണ്ട്. അവർക്ക് BLP-യുമായിട്ടും താല്പര്യം. അപ്പൊ ആര് വന്നാലും ഇനിയും വരുന്ന ഗവൺമെന്റ് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ഗവൺമെന്റ് ആവാനും, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിരിക്കുന്ന ബംഗ്ലാദേശ് ആവാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. ഏതായാലും പട്ടാള അട്ടിമറി ഒരുപക്ഷെ ഔദ്യോഗികമായിട്ട് അടുത്ത അല്ലെങ്കിൽ അടുത്ത മണിക്കൂറുകളിൽ തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. ഇപ്പോഴത്തെ അവിടുന്ന് വരുന്ന വാർത്ത, പട്ടാളം തീരുമാനിച്ചു, അല്ലെങ്കിൽ പട്ടാളം വളഞ്ഞു, പട്ടാളം തലസ്ഥാനം ഉൾപ്പെടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഒരു പ്രഖ്യാപനം മാത്രം മതിയാകും. ഈ പറയുന്ന പോലെ യൂനസിനെ ഒരുപക്ഷെ കരുതൽ തടങ്കലിലോ അറസ്റ്റിലേക്കോ കൊണ്ടുപോയിട്ട് പട്ടാളം അധികാരം പിടിച്ചെടുത്തു എന്നുള്ള വാർത്ത അടുത്ത സമയങ്ങളിൽ തന്നെ നമ്മൾക്ക് കേൾക്കാം. ഇതുവരെ കേട്ടതുപോലെ അല്ല എന്ന് വിചാരിക്കും. അതായത് പട്ടാള അട്ടിമറി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് തിരികെ ബംഗ്ലാദേശിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാധ്യത വരും. അല്ല, അതിനെപ്പറ്റി നമുക്കിപ്പോ നമ്മുടെ അടുത്ത ജിയോ പൊളിറ്റിക്സിനകത്ത് പറയാൻ അവിടെ ഇലക്ഷൻ വരുവാണെങ്കിൽ അവിടുത്തെ ഒരു രജിസ്റ്റേർഡ് പാർട്ടി എന്നുള്ള രീതിയിൽ അവർക്ക് മത്സരിക്കാൻ സാധിക്കും. ഒരുപക്ഷെ അവർക്ക് ഇപ്പൊ പ്രധാനമന്ത്രിയായിട്ട് തിരിച്ച് ആ ഒരു രാജ്യത്തേക്ക് കടന്നു കയറാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല. ഒരു പ്രധാനമന്ത്രിയാണ് രാജിവെച്ചിട്ടില്ല എന്നൊക്കെ നേരത്തെ അവിടുത്തെ പ്രസിഡന്റ് പറയുമ്പോഴും ആ രീതിയിലേക്കായിരിക്കത്തില്ല. ഈ അട്ടിമറിക്ക് ശേഷം വീണ്ടും ഒരു ജനാധിപത്യ രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നു. ആ തെരഞ്ഞെടുപ്പിനകത്ത് ഹസീനയുടെ പാർട്ടി കാണും, ഹസീനയുടെ എതിരായിട്ടുള്ള BLP എന്ന് പറയുന്ന പാർട്ടി കാണും. ആ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഹസീനയുടെ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഒരുപക്ഷെ ആ പാർട്ടിയുടെ ഭൂരിപക്ഷത്തിനകത്ത് അവർ തീരുമാനിക്കുന്ന നേതാവ് വീണ്ടും ഹസീന ആയാൽ ഹസീനയ്ക്ക് വീണ്ടും പ്രധാനമന്ത്രിയാവും. അപ്പൊ ഏതായാലും ഒരു ജനാധിപത്യ രീതിയിലേക്കുള്ള അവിടുത്തെ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടുള്ള ഒരു ഗവൺമെന്റ് വരാനുള്ള സാധ്യതയിലേക്കാണ് ഈ അട്ടിമറി എന്നാണ് ഇപ്പൊ ഈ അവിടുത്തെ പട്ടാള അട്ടിമറി നേരത്തെ 78 നടന്നിട്ടുള്ളൂ. അവിടെ ഈ പറയുന്ന പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒന്നും പട്ടാള അട്ടിമറി ഒന്നും വലിയ കാര്യമൊന്നുള്ള കാര്യമാണ്. കാരണം അത്രയ്ക്കുള്ള രാജ്യങ്ങളെ ഉള്ളൂ. ആർക്ക് ഏത് സമയം എന്തും തീരുമാനിക്കാം. ജനാധിപത്യം എന്നൊക്കെ പറയുന്നതും, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ജനാധിപത്യം എന്താണ്? 3 വട്ടം അധികാരത്തിൽ വരുന്ന 70% വോട്ടോടുകൂടി അധികാരത്തിലിരുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഒരു സുപ്രഭാതത്തിൽ ഒരു 50,000 പേര് റോഡിൽ ഇറങ്ങിയപ്പോൾ അതിന് പട്ടാളം കൂട്ടുനിന്ന് അവരെ അട്ടിമറിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥ വന്നേ.
അപ്പൊ അത്തരത്തിലുള്ള ഒരു രാജ്യമേ ഉള്ളൂ. ആ രാജ്യത്തിന്റെയൊക്കെ ജനാധിപത്യവും അല്ലെങ്കിൽ ഭരണവും ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ ഈ പറയുന്ന ഇതിന് ശേഷം ഇവര് വിചാരിച്ച പോലെ ഒരു മതരാഷ്ട്ര സംവിധാനത്തിൽ കൂടി കൊണ്ടുപോകുമ്പോൾ ആ രാജ്യത്ത് ഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്കും ആ രാജ്യത്തിനും ഇന്ത്യയെ പോലെ ഒരു രാജ്യത്തിന്റെ സഹായമില്ലാതെ നിലനിൽപ്പില്ല എന്ന് മനസ്സിലാവും. അപ്പൊ ആ രാജ്യത്തിനെ വീണ്ടും അതേ അവസ്ഥയിൽ കൊണ്ടുവരുന്നതിന് താല്പര്യപ്പെട്ട് ഒരുപക്ഷെ ആ രാജ്യസ്നേഹമുള്ള ഒരു പട്ടാള മേധാവി എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ അവസരത്തിൽ വിചാരിക്കാം. അദ്ദേഹം അതിനെ വീണ്ടും ജനാധിപത്യ രീതിയിൽ കൊണ്ടുവന്ന് ഈ ഇന്ത്യ പോലുള്ള രാജ്യവുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് വീണ്ടും ഒരു പഴയ ബംഗ്ലാദേശിലേക്ക് നേരത്തെ ഇരുന്നതിൽ നിന്ന് ഒത്തിരി പുറകോട്ട് പോയെങ്കിലും ഒരു പ്രതീക്ഷയുള്ള ബംഗ്ലാദേശിലേക്കും ഈ പട്ടിണിയൊക്കെ മാറി വീണ്ടും ഒരു നല്ല ബംഗ്ലാദേശ് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കുന്നത്. ഹസീന തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് അവിടുത്തെ ആൾക്കാർ തീരുമാനിക്കണം എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഹസീന തിരിച്ചു വരുന്നതിനോടാണ് ഇന്ത്യക്ക് താല്പര്യം. ഒരുപക്ഷെ ഹസീനയെ പ്രധാനമന്ത്രിയാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം ഇന്ത്യക്ക് കഴിയുന്ന വിധം ഇപ്പൊ ഈ പട്ടാള അട്ടിമറി ഒക്കെ ഇന്ത്യയുടെ നീക്കം തന്നെയാണ്. അതുപോലെ നടത്തുമെന്ന് വേണം എങ്കിൽ നമുക്ക് വിചാരിക്കാം. എന്തായാലും അത്തരത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം വരും അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ എന്ന് തന്നെ നമുക്ക് കരുതാം, അല്ലേ സർ? അതെ കരുതാം.